ഞാൻ ഏറെ ആദരിക്കുകയും എൻ്റെ ആത്മീയ ജീവിതത്തെ വളരെയേറെ പരിപോഷിപ്പിക്കുകയും എന്നും തികഞ്ഞ ആദരവോടുകൂടി കാണുകയും ചെയ്യുന്ന ഏറ്റവും മഹനീയമായ വ്യക്തിത്വത്തിൽ ഉടമയാണ് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനി. ഒരുപക്ഷെ ഒരുപാട് ക്രിസ്തീയമായ പരിപാടികളിൽ പലയിടങ്ങളിലായി ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്തല്ല മറ്റൊരു സ്ഥലത്ത് വെച്ച് ഇവിടെ ഇരിക്കുന്ന ഒട്ടുമിക്ക എല്ലാവരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ക്രിസ്തീയ പിതാവിൻ്റെ പേര് ഏറ്റവും കൂടുതൽ പരാമർശിച്ചിട്ടുള്ളത് അഭിവന്ദ്യനായ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ കാത്തോലിക്ക ബാബ തിരുമേനിയെക്കുറിച്ചാണ്. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് 2004 കാലഘട്ടത്തിലാണ്. അന്ന് അദ്ദേഹം ആശ്രമത്തിൽ ഏതാണ്ടൊരു 2 ആഴ്ചയോളം വിശ്രമത്തിനായി എത്തിച്ചേർന്നു. അവിടെ വച്ചാണ് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഒരവസരം എനിക്കുണ്ടായത്. എൻ്റെ സന്യാസ ജീവിതം ഈ ഫെബ്രുവരി 22-ാം തീയതി 25 വർഷം കടന്നു പോവുകയാണ്. എൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ ഏതാണ്ട് തുടക്കത്തിലാണ്. 2001 ഞാൻ സന്യാസം സ്വീകരിച്ചത്. അതിൻ്റെ തുടക്കത്തിലാണ് തിരുമേനിയുമായി എനിക്ക് അടുപ്പമുണ്ടായത്. അത് അടുപ്പമൊന്നും എനിക്ക് പറയുവാൻ സാധിക്കുകയില്ല. പിതൃതുല്യമായ അതിനുമപ്പുറമുള്ള ഒരു വാത്സല്യം കൊണ്ട് എന്നെ പൊതിഞ്ഞ ഒരു ശക്തി വിശേഷണം, അത് ഹൃദയത്തിൻ്റെ അഗാധതകളിൽ ഉണ്ടാക്കിയ ആ ഒരു തരംഗം ഈ പുണ്യഭൂമിയിൽ നിൽക്കുന്ന സമയത്തും അതേപോലെ എൻ്റെ മുന്നിൽ, എൻ്റെ ഉള്ളിൽ നിലനിൽക്കുകയാണ്. ആശ്രമത്തിൽ വെച്ചുണ്ടായ ഒരു 3 സംഭവങ്ങൾ ഞാൻ പല സംഭാഷണങ്ങളിലും അത് പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിലൊക്കെ അത്, നമ്മുടെ TV-യിലും ഒക്കെ അത് പലപ്പോഴായി വന്നിട്ടുണ്ട്. അദ്ദേഹം ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്താണ്. ഇപ്പോൾ കാത്തോലിക്ക ബാബ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രധാനമായും 2 സഭകളെക്കുറിച്ച് മാത്രമേ പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. 2004 വരെ. അന്ന് പ്രധാനമായും യാക്കോബായ സഭയ്ക്കൊരു കാത്തോലിക്ക ബാബ ഉണ്ട്. അതിനു മുമ്പായി തന്നെ നമ്മുടെ സഭയുടെ കാത്തോലിക്ക ബാബ. ഈ കാത്തോലിക്ക ബാബ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും എല്ലാവരുടെയും മനസ്സിൽ അന്നും ഇന്നും എന്നും പെട്ടെന്ന് കടന്നു വരുന്നത് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ തിരുമേനിയുടെ മുഖമാണ്. ഒരു ദിവസം മനോരമ പത്രം രാവിലെ വന്നപ്പോൾ, അദ്ദേഹം ആശ്രമത്തിലുള്ള സമയത്താണ്, അതിൽ സിറിൽ മാർ ബസേലിയോസ് തിരുമേനി മലങ്കര കാത്തോലിക്ക സഭയുടെ കാത്തോലിക്ക ബാബയായി അവരോധിക്കപ്പെട്ടു. അപ്പോൾ തിരുമേനിയുടെ കൂടെ ഉണ്ടായിരുന്ന ഷെമ്മാച്ചന്മാരായിട്ടുള്ള ആളുകൾ, അവരുടെ കൂടെ ഇരുന്ന് ഞാനിങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ. തിരുമേനി ഒരു മുറിയിലിരിക്കുന്നു, കിടക്കുന്നു. ഞങ്ങൾ ഇപ്പുറത്ത് അതിൻ്റെ ഒരു സ്വീകരണ മുറിയിൽ കിടക്കുന്നു. ആ സമയത്ത് തിരുമേനിയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് ഷെമ്മാച്ചന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഈ വാർത്ത ശ്രദ്ധിച്ചത്. അപ്പോൾ മലങ്കര സഭയുടെ കാത്തോലിക്ക ബാബ എന്നുള്ള നിലയിൽ തിരുമേനി ഇരിക്കുമ്പോൾ മറ്റൊരു സഭയിലുള്ള ആളുകൾ അതേപോലെ കാത്തോലിക്ക ബാബ എന്ന പേരിൽ അവരോധിക്കപ്പെടുമ്പോൾ തിരുമേനിയുടെ പ്രതികരണം എന്താവുമെന്ന് എല്ലാവരും ഇങ്ങനെ വിചാരിച്ചിരിക്കും. ഈ ഷെമ്മാച്ചന്മാർക്ക് പോയി പറയാനായിട്ട് പേടി. അവർ എന്നെ ഈ ദൗത്യം ഏൽപ്പിച്ചു. അപ്പോൾ തിരുമേനിയെ പരിചയപ്പെട്ടിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തെ കാണുന്നത് പാമ്പാടി ദേറയിൽ വെച്ചാണ്. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതിൻ്റെ ഏതാണ്ട് 1 ആഴ്ച കഴിഞ്ഞപ്പോൾ അദ്ദേഹം ആശ്രമത്തിൽ വന്നു. അതാണ് ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. പെട്ടെന്ന്
ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ കാണുകയും മറ്റൊരു മതത്തിലെ ആളായിട്ടുള്ള ഞാൻ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് ക്ഷണിക്കുകയും യാതൊരു മടിയും കൂടാതെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആശ്രമത്തിലേക്ക് വരികയും ചെയ്ത ആ ഒരു ബന്ധം ഏതാണ്ട് ഒരാഴ്ചയുടെ മാത്രമായിരുന്നില്ല. അതൊരു എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിയോഗത്തിൻ്റെ ആഴത്തിലുള്ള ബന്ധമായിരുന്നു. സൂര്യഭാസുരമായ ആ തേജസ്സിന് മുന്നിൽ ഞാൻ ഈ പത്രവുമായി കടന്നു ചെന്ന സമയത്ത്, അത് വായിച്ചു കൊടുത്ത സമയത്ത്, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മുഖത്ത് നിസ്സംഗമായ ഒരു ധ്യാന മൗനം ഞാൻ കാണുകയുണ്ടായി. ഈ വാർത്ത പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു നിമിഷം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, സിറിൽ മാർ ബസേലിയോസ് തിരുമേനിക്ക് അങ്ങനെ ഒരു ദൈവ നിയോഗം ഉണ്ട് എങ്കിൽ അത് നടക്കട്ടെ. ശമാച്ചന്മാരായിട്ടുള്ള ആളുകൾ അടുത്തിരുന്ന് അത്ഭുതം കൂറിയ ഒരു സംഭവമായിരുന്നു യഥാർത്ഥത്തിൽ അത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. ആത്മീയ പുരുഷന്മാരായ ആളുകൾ അധികാരത്തിനു വേണ്ടി നെട്ടോട്ടമോടുന്ന വർത്തമാനകാല പരിതസ്ഥിതിയുടെ ദുസ്ഥിതമായ ലോകത്ത് തൻ്റെ ആത്മീയ ജീവിതം കൊണ്ട്, തൻ്റെ ശാന്തഗംഭീരമായ മൗനം കൊണ്ട്, തൻ്റെ സ്വഭാവത്തിൻ്റെ വൈശിഷ്ട്യം കൊണ്ട് അദ്ദേഹം എല്ലാവരിൽ നിന്നും വ്യത്യസ്തനായി മാറുകയായിരുന്നു. 2004 ഞാൻ പാമ്പാടി ദയറയിൽ അദ്ദേഹത്തെ കാണുവാനായിട്ട് പോകുന്നത് മറ്റൊരു കാര്യത്തിനും കൂടി ആയിരുന്നു. അന്ന് ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത് കഴിഞ്ഞതിൻ്റെ ഒരാഴ്ച അദ്ദേഹത്തിനൊരു സ്വീകരണം കൊടുക്കാൻ കൂടിയാണ് ഞാനവിടെ പോകുന്നത്. അപ്പോൾ ആ പരിപാടിയിൽ കാത്തോലിക്ക ബാബ ഉണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ആശ്രമത്തിൽ നിന്നും ഇതുപോലെ ഒരു മഞ്ഞ നിറത്തിലുള്ള മുത്തുക്കുട അതും തയ്യാറാക്കിക്കൊണ്ടാണ് അവിടേക്ക് പോകുന്നത്. അവിടെ ചെല്ലുന്ന സമയത്ത് തിരുമേനി വേദിയിലിരിക്കുകയാണ്. ഉമ്മൻചാണ്ടി സാറുമുണ്ട്, കോട്ടയത്തെ പ്രമുഖരായിട്ടുള്ള ഒട്ടനവധി ആളുകളുമുണ്ട്. അപ്പം ഞാൻ സ്റ്റേജിലേക്ക് ചെന്നു. എൻ്റെ കൂടെ ആശ്രമത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന സ്വാമിയുമുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഈ മുത്തുക്കുട അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തു. അദ്ദേഹം അതിങ്ങനെ ഉയർത്തി ഇങ്ങനെ പിടിച്ചു, എഴുന്നേറ്റ് നിന്നിട്ട്. എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കയ്യിലേക്ക് അദ്ദേഹം ഈ കുട കൈമാറി. എന്നിട്ടൊരു വാക്ക് പറഞ്ഞു, അത് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്, ഇത് കേരളത്തിൻ്റെ തണലാകണം, ഇത് കേരളത്തിൻ്റെ തണലാകണം. ഉമ്മൻചാണ്ടി സാറ് അത് മേടിച്ചിട്ട് ഇങ്ങനെ ഒരു നിമിഷം അത് പിടിച്ചുകൊണ്ട് നിന്നു. ഞാൻ കൊടുത്ത കുടയല്ല അവിടെ തണലായി മാറിയത്. അന്ന് ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ മുഖ്യമന്ത്രിയെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആത്മീയമായി രൂപപ്പെടുത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ആ ആത്മീയ പുരുഷൻ വലിയൊരു ദൗത്യം ആ വേദിയിൽ തിരുമേനിയെ ഉമ്മൻചാണ്ടി സാറിനെ ഏൽപ്പിക്കുകയായിരുന്നു. തിരുമേനിയുമായി ഉണ്ടായിരുന്ന സമ്പർക്കങ്ങളെല്ലാം തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പുണ്യപ്രദമായ അനുഭവം പകരുന്ന അവസരങ്ങളായി തന്നെ ഞാൻ കാണുന്നു. അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ ഇവിടെ സംസാരിച്ച കാര്യങ്ങൾ, തിരുമേനിയുമായി എന്നെ ബന്ധപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും അതിശയോക്തിയില്ല. എല്ലാം ഒരുപക്ഷെ അതിനപ്പുറവുമുള്ള അഗാധമായ ബന്ധത്തിൽ നിന്ന് ഉണ്ടായതാണ്. തിരുമേനി ആശ്രമത്തിൽ താമസിക്കുന്ന സമയം 2004 ജനുവരി 5 നമ്മുടെ രാഷ്ട്രപതിയായിരുന്ന KR നാരായണൻ, അപ്പം അദ്ദേഹം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് സമർപ്പിക്കുകയുണ്ടായി. അവിടെ ആശ്രമം ഒരു ഗവേഷണ കേന്ദ്രം പണിതു. അപ്പം അതിൻ്റെ ഉദ്ഘാടനത്തിനായിട്ട് ജനുവരി 5 വരുന്നത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്.
അപ്പം അദ്ദേഹം അവിടെ വരുമ്പോൾ പ്രസിഡൻ്റായ നാരായണ സാറ് ഇറങ്ങിയതിന് ശേഷമുള്ള ഏതാണ്ടൊരു 6 മാസമേ ആയിട്ടുള്ളൂ. അവർ രണ്ടുപേരും കൂടിയാണ് ആ പരിപാടിയിലേക്ക് എത്തിച്ചേരുന്നത്. ഞാൻ തിരുമേനിയെ കാണാനായിട്ട് നമ്മുടെ ആശ്രമത്തിൽ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന സൗകര്യത്തിൽ ചെന്ന് കൊച്ചിയിൽ പോകാനുള്ള അനുവാദം മേടിച്ചു. കാരണം ഞാൻ അദ്ദേഹം അവിടെ ഉള്ള സമയത്ത് അവിടുന്ന് എങ്ങോട്ടും പോകാതെ ആശ്രമത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ഈ പരിപാടി വളരെ അടിയന്തരമായതുകൊണ്ട് ഞാൻ തിരുമേനിയോട് പറഞ്ഞു, ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. ഇപ്പം എന്തിനു പോകുന്നു? ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊരു പരിപാടിയുണ്ട്, പ്രധാനമന്ത്രി വരുന്നു, ആശ്രമത്തിൻ്റെ ഒരു വലിയ റിസർച്ച് സെൻറ്റർ ഉദ്ഘാടനം ചെയ്യുന്നു, KR നാരായണൻ സാർ സമർപ്പിച്ച സ്ഥലമാണ്. ഉടനെ തിരുമേനി പറഞ്ഞത്, ഞാനും കൂടി വരുന്നു, എനിക്കും പ്രധാനമന്ത്രി ഒന്ന് കാണണം. അപ്പം ഞാൻ പേടിച്ചു പോയി. കാരണം പ്രോഗ്രാമിൻ്റെ തലേദിവസം രാത്രിയിലാണ് ഞാൻ ചെന്ന് തിരുമേനിയോട് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് പ്രധാനമന്ത്രിയെ കാണാനായിട്ട് സാധിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, തിരുമേനിയോട് വേറെ മറുത്തൊന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, തിരുമേനിയുടെ ആഗ്രഹം അതാണെങ്കിൽ നമുക്ക് കാണാം. പക്ഷെ ഞാൻ ചെയ്ത കാര്യമെന്ന് പറയുന്നത്, അന്ന് രാത്രിയിൽ ആശ്രമത്തിൽ നിന്നും ഒരു ഫാക്സ് സന്ദേശം, അന്ന് ഇമെയിലൊക്കെ കുറവാണ്, ഒരു ഫാക്സ് സന്ദേശം പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു. നമ്മൾ സാധാരണ അങ്ങനെ പെട്ടെന്നൊന്നും ഫാക്സ് സന്ദേശമൊന്നും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അയക്കാൻ സാധിക്കില്ല. ഇത് നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, ആ പരിപാടിയുമായിട്ടുള്ള കുറേ കമ്മ്യൂണിക്കേഷൻ കുറേ ദിവസമായി നടക്കുന്നത് കൊണ്ട് ഞാൻ ആ സന്ദേശം, അതിൽ ഞാൻ ആ പരിപാടിയിൽ തിരുമേനിയുടെ പേരും കൂടി ഉൾപ്പെടുത്തി. ബസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ, കാത്തോലിക്ക ബാവ, അതൊക്കെ പറഞ്ഞിട്ട് ഡെസിഗ്നേഷനും ഒക്കെ എഴുതിയിട്ട് ഞാൻ നേരെ ഇത് അയച്ചു കൊടുത്തു. അവിടുന്ന് രാത്രി എനിക്ക് മറുപടി വന്നു, 9 പേര് മാത്രമേ സ്റ്റേജിലിരിക്കാൻ പാടുള്ളൂ. പ്രധാനമന്ത്രി 1, ബാക്കി മുൻ പ്രസിഡന്റ് 1, ബാക്കി 7 പേർ. അതിലൊരാൾ ഞാനാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു സീറ്റ് ആരെങ്കിലും മാറിയാൽ മാത്രമേ അദ്ദേഹത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കൂ. അതാണ് പ്രോട്ടോകോൾ. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ മാറാം. ഞാൻ സംഘാടകനാണ്, ഞാനാണ് സ്വാഗത പ്രസംഗം പറയുന്നത്. അപ്പം ഞാൻ തിരുമേനിയോട് ചെന്ന് പറഞ്ഞു, രാത്രി തന്നെയാണ്, തിരുമേനിക്ക് പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടിയിട്ടല്ല, തിരുമേനി പ്രധാനമന്ത്രിയുടെ കൂടെ ഇരിക്കാനായിട്ടാണ് എൻ്റെ ആഗ്രഹം. ഉടനെ തിരുമേനി പെട്ടെന്ന് പറഞ്ഞു, അയ്യോ അത് വേണ്ട, സ്വാമിയല്ലേ സംഘാടകൻ, സ്വാമിയല്ലേ പരിപാടി നടത്തുന്നത്, നിങ്ങളിവിടെ പ്രധാനമന്ത്രിയെ വിളിച്ചുകൊണ്ടുവന്ന് പരിപാടി നടത്തുമ്പോൾ സ്വാമി അതിനകത്തില്ലാതെ ഞാനവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ അത് മോശമല്ല. ഞാൻ പറഞ്ഞു, ശാന്തിഗിരി ആശ്രമത്തിൻ്റെ കൂടി പ്രതിനിധിയായിട്ടായിരിക്കും തിരുമേനി ആ വേദിയെ അഭിമുഖീകരിക്കും. അത് വേണ്ട, തിരുമേനി സമ്മതിച്ചില്ല. ഞാൻ തിരുമേനി അറിയാതെ വീണ്ടും ഫാക്സ് സന്ദേശം. ഞാൻ പറഞ്ഞു, ഞാൻ സ്വാഗത പ്രസംഗനാണെങ്കിലും ഞാൻ താഴെ ഇരുന്നോളാം, തിരുമേനിയെ സ്റ്റേജിൽ കയറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കുറേ സംഭാഷണങ്ങൾക്കൊടുവിൽ അവിടുന്ന് തിരുമേനിയുടെ പേര് കയറ്റി നേരെ പ്രോഗ്രാം നോട്ടീസ് ഇവിടെ വരുന്നു. അന്ന് ഉച്ചയ്ക്ക് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 2 മണിക്കാണ് ആ പരിപാടി. തിരുമേനിയുടെ ബെൻസിൽ ഞാനും തിരുമേനിയും ഒരു ഷെമ്മാച്ചനും കൂടി തിരുവനന്തപുരത്തുനിന്ന് പുറപ്പെടുന്നു. നേരെ ഈ കൊല്ലം വഴിയാണ് പോകുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു രാവിലെ ഒരു 7-8 മണിയായപ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് തോന്നുന്നു. ഞാൻ വണ്ടിയിൽ ഫോണിലിരുന്നു കൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തിരുമേനി എന്നോടിങ്ങനെ വർത്തമാനമൊക്കെ പറയുന്നു. അപ്പോൾ എന്നോട് ചാത്തന്നൂരെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു, നമുക്ക് ശാസ്താംകോട്ട വഴി പോകണം, അവിടെ ഞാൻ ചെയ്ത കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സ്വാമിയെ ഞാൻ കാണിക്കാം. അപ്പം ഞാൻ പറഞ്ഞു, തിരുമേനി, നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രിയുടെ പരിപാടിക്കാണ്. അവിടെ ചെന്നാൽ സാധാരണ 1 മണിക്കൂർ മുമ്പെങ്കിലും അവിടെ ചെല്ലണം. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് ക്രമീകരണങ്ങൾ അവിടെ ചെയ്യാനുണ്ട്. നമ്മൾ താമസിച്ച് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടിക്ക് കയറാൻ പോലും ചിലപ്പോൾ സാധിക്കില്ല. അപ്പം തിരുമേനി പറഞ്ഞു, സ്വാമി അതൊന്നും പേടിക്കേണ്ട, ഞാൻ സ്വാമിയെ രക്ഷിച്ചോളൂ. ഞാൻ വിചാരിച്ച തിരുമേനി എങ്ങനെ എന്നെ രക്ഷിക്കും? ഉടനെ തിരുമേനി പറഞ്ഞു, അതൊക്കെ നമുക്ക് കാണാം,
സ്വാമിയെ ഞാൻ രക്ഷിച്ചോളും. ഞാൻ പറഞ്ഞു ശരി, തിരുമേനിയുടെ ഇച്ഛ പോലെ ആകട്ടെ. അങ്ങനെയൊക്കെ നമ്മൾ അവരെ പോലുള്ള ആളുകളോട് സാധാരണമായ വാക്കുകൾ, ഗബ്രിയേൽ തിരുമേനിയും ഞാനും കൂടി സാധാരണമായ വാക്കുകളൊക്കെ പലപ്പോഴും തമാശകളൊക്കെ പറയാറുണ്ട്. തിരുമേനിയെപ്പോലെയുള്ള ആൾ, കാത്തോലിക്ക ബാബ തിരുമേനിയെപ്പോലെ ഒരു ആളോട് അങ്ങനെ തമാശയിൽ പോലും ചില വാക്കുകൾ ഉപയോഗിക്കുവാൻ പാടില്ല എന്നാണ് എൻ്റെ മനസ്സിലുള്ള ധാരണ. ഞാൻ പറഞ്ഞു അങ്ങയുടെ ഇച്ഛ പോലെ ആവട്ടെ. നേരെ ചാത്തന്നൂർ വരുന്നു. എനിക്കൊന്ന് കുണ്ടറ വഴി ഏതാണ്ടാണെന്ന് തോന്നുന്നു. ഞങ്ങൾ ഇതിൻ്റെ മുമ്പിലൂടെ പോയി. അപ്പോൾ എൻ്റെ പേടി തിരുമേനി ഇനി ഇവിടെ എങ്ങാനും ഇറങ്ങുമോ എന്നുള്ളതാണ്. കാരണം തിരുമേനിയുടെ കർമ്മഭൂമി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നൊരു സ്ഥലമാണ് ഇവിടം. അപ്പം അദ്ദേഹം ഇങ്ങനെ കൂടി ഈ റോഡിൻ്റെ ഉള്ളിലൂടെ വന്നു, എന്നെ ഇതൊക്കെ കാണിച്ചു തന്നു, ഓരോ കാര്യങ്ങളുമൊക്കെ എന്നോട് പറഞ്ഞു. ഞാനതൊക്കെ കേട്ടു. വളരെ എന്താ പറയുക, ഒരു വളരെ സ്വാർത്ഥകമായ ചില ഇടപെടലുകളുടെ ഒരു തിളക്കം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ആ സമയത്ത് ഞാൻ കാണുകയുണ്ടായി. ഇവിടെ നിന്ന് പിന്നീട് നേരെ പോകുന്നു. കൊച്ചിയിലെത്താൻ കുറേ സമയം വൈകി. അപ്പോൾ എനിക്കിവിടെ നിന്ന് ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശ്രമത്തിലുള്ള ആളുകൾ, പോലീസിൻ്റെ ആളുകൾ, അവിടെയുള്ള മറ്റുള്ള ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന കുറച്ച് ആളുകൾ. അപ്പോൾ ഈ താജ് ഹോട്ടലിൽ വെച്ചിട്ടാണ്, താജ് മലബാർ, അവിടെ വെച്ചിട്ടാണ് ഈ പരിപാടി നടക്കുന്നത്. പ്രധാനമന്ത്രി അവിടെ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ സാധാരണ വാഹന വ്യൂഹം വരേണ്ടുന്ന ഒരു കാര്യമൊന്നുമില്ല. പ്രധാനമന്ത്രി താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ആ പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ തിരുമേനിയോട് പറയുന്നുണ്ട്, തിരുമേനി താമസിച്ചു പോയി. വീണ്ടും പറഞ്ഞു ഞാൻ സ്വാമിയെ രക്ഷിക്കും. അപ്പോൾ എനിക്കിത് എന്താണ് ഇതിൻ്റെ ഗുഡൻസ് എനിക്ക് പിടികിട്ടുന്നില്ല. തിരുമേനി എന്താണ് ഇങ്ങനെ പറയുന്നത്? നേരെ അവിടെ ചെല്ലുന്നു, താജിൻ്റെ മുമ്പിൽ ചെല്ലുന്നു. വണ്ടി നിർത്തി, ആ പോർച്ചിൽ ചെന്ന് വണ്ടി നിർത്തി. ഒരു 2000-2500 പോലീസുകാരുണ്ടാവും അവിടെ മൊത്തം. കാറ് നിർത്തി, ചെമ്മാച്ചൻ വന്ന് ഡോറ് തുറന്ന് തിരുമേനി ഇറങ്ങി ഒറ്റപ്പോക്കാണ്. ഞാൻ നോക്കിയ സമയത്ത് എൻ്റെ കുറേ പേപ്പറുകൾ, പ്രസംഗത്തിൻ്റെ പേപ്പറുകളുണ്ട്. തപ്പിയൊക്കെയാണ് ഞാൻ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പ്രസംഗം വരെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വേറെ കുറേ ബുക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഞാനിതൊക്കെ എടുത്തിങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് തിരുമേനിയെ കാണാനില്ല. നോക്കിയപ്പോൾ എന്താണ്, തിരുമേനി അംശവടി സ്ലീബയും വണ്ടി വെച്ച് മറന്നുപോയി. അപ്പം ഞാൻ വിചാരിച്ചു ഈ കാര്യം ഞാൻ ജീവിതത്തിൽ തിരുമേനിയുടെ കയ്യിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം ഇത് മറന്നുപോയി കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. കാരണം ഇതൊരു തിരുമേനിയുടെ മുഖമുദ്രയാണ്, അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെയും ആത്മീയതയുടെയും ചിഹ്നമാണ്. അതൊക്കെ എനിക്കറിയാം. ഞാൻ എന്തു ചെയ്തു, ഈ അംശവടി സ്ലീബയും എടുത്തുകൊണ്ട് ഞാൻ ഇറങ്ങി വണ്ടിയിൽ നിന്നു. ഇതെങ്ങനെയാണ് പിടിക്കണമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ആദ്യം ഈ അംശവടി എടുത്ത് റൈറ്റ് സൈഡിൽ പിടിച്ചു, പിന്നെ ഈ സ്ലീബ എടുത്ത് ഇങ്ങനെ പിടിച്ചു. അപ്പം ഞാൻ തിരുമേനി ആളുകളെ ഇത് അനുഗ്രഹിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെയും തലയിൽ പാമ്പാടി ദേറയിൽ വെച്ചിട്ട് എൻ്റെ തലയിൽ ഇങ്ങനെ ഞാൻ തന്നെ തിരുമേനിയെ കൊണ്ട് ഇങ്ങനെ വെപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്തു, അപ്പം പിന്നെ ഞാൻ മാറ്റി പിടിച്ചു. അംശവടി ഈ ലെഫ്റ്റ് ഹാൻഡിൽ പിടിച്ചു, സ്ലീബ എടുത്തിൻ്റെ റൈറ്റ് ഹാൻഡിൽ പിടിച്ചു. ഞാൻ ഇറങ്ങി വണ്ടിയിൽ നിന്നു. അപ്പോൾ പോലീസുകാരൊക്കെ ഇങ്ങനെ നീളത്തിൽ നിൽക്കുകയാണ് രണ്ടു വശത്ത്. ഇവരെന്താണ്, ഇതാണ് ആ പരിപാടി, അന്ന് നടന്ന പരിപാടി ഇതാണ്, ആ സ്റ്റേജ് ഇതാണ്. അപ്പോൾ ഞാനത് ഇപ്പോൾ ഇങ്ങോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് എനിക്ക് അത് കൊണ്ടുവരണമെന്ന് തോന്നി. KR നാരായണൻ, അതുപോലെ മൻമോഹൻ സിംഗ് എല്ലാവരും പങ്കെടുത്ത പരിപാടി. അപ്പം ഞാൻ ഈ സ്ലീബയും കൊണ്ട് ഇറങ്ങിയ സമയത്ത് പോലീസുകാരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടു കൂടി നോക്കി. എന്നെ പരിചയമുള്ള പോലീസുകാർ ചോദിച്ചു, സ്വാമി എന്താ മതം മാറി? ഞാൻ പറഞ്ഞല്ല, മതം മാറിയത് എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി. ചില ആളുകൾ എന്നെ നോക്കി ചിരിക്കുന്നു, ചില ആളുകൾ എൻ്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ അനുഗ്രഹത്തിനായി നിൽക്കുന്നു. ഞാൻ ഇതും പിടിച്ചുകൊണ്ട് ഒരു നോക്കുകുത്തിയെപ്പോലെ ഞാൻ നേരെ അങ്ങോട്ട് ചെല്ലുന്നു. ഈ ഹോളിൻ്റെ പുറത്ത് ചെന്നപ്പോൾ എന്നെ ഇവരകത്ത് കയറ്റി വിടത്തില്ല. അപ്പോൾ എന്നോട് ഞാൻ പറഞ്ഞു ഞാനാണ് ഈ ആശ്രമത്തിൻ്റെ ഈ പരിപാടിയുടെ ചുമതലക്കാരൻ. അപ്പോൾ അവർ പറഞ്ഞു അല്ലല്ല, സമയം കഴിഞ്ഞു, പ്രൈം മിനിസ്റ്റർ വന്നിരുന്നു, ഒരു കാരണവശാലും എന്ന് പറയുന്നത് എനിക്ക് കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചത് എന്തു ചെയ്യും, ഞാൻ സ്വാഗതം പറയണ്ടേ. ഡയസിൽ അവർ പറഞ്ഞു ഡയസ് പ്ലാൻ തരൂ. ഞാനിങ്ങനെ ഡയസ് പ്ലാൻ കൊടുത്തപ്പോൾ എൻ്റെ പേരില്ല. അപ്പോൾ അതും പിന്നെ എന്ന് പറയുന്നത് അവരെന്നെ തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്.
അപ്പം ഞാൻ ഹോളിൻ്റെ ദൂരെ നിന്നിട്ട് ഈ അംശവടി ഇങ്ങനെ പൊക്കി തിരുമേനിയെ കാണിച്ചു, ഈ സ്ലീവെ ഇങ്ങനെ ഉയർത്തി കാണിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞ് ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു, വരൂ. അപ്പം ഞാൻ SPG-കാരനോട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ഈ കാര്യങ്ങൾ, ഞാൻ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ്, ഇത് അദ്ദേഹത്തിന് കൊണ്ട് കൊടുക്കണം. ഞാൻ ഈ സാധനം പിടിച്ച് നേരെ ചെന്ന് ആ സ്റ്റേജ് അതിൻ്റെ പിറകിലൂടെ, ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ പിറകിലൂടെ കൊണ്ടുവന്ന് തിരുമേനിയുടെ കൊടുത്തു. ഞാൻ ചോദിച്ചു, തിരുമേനി എന്ത് പണിയാണ് കാണിച്ചത്? ഈ സാധനം അവിടെ വെച്ച് മറന്നുപോയില്ലേ? ഞാനൊരു വാക്ക് പറഞ്ഞില്ലേ, സ്വാമിയെ ഞാൻ രക്ഷിക്കുമെന്ന്. ആ രക്ഷയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ എനിക്ക് എന്തു പറയണമെന്ന് അറിയാൻ പാടില്ലാത്തൊരു സാഹചര്യം ഒന്നുണ്ടായി. അപ്പം ഞാൻ പറഞ്ഞ കാര്യമെന്ന് പറയുന്നത്, തിരുമേനി എന്നെ അത്ഭുതപ്പെടുത്തിയൊരു വ്യക്തിയാണ്. അസാധാരണമായ ക്രാന്തദർശിത്വവും ആത്മീയമായ പ്രഭാവവും കൊണ്ട് അദ്ദേഹം കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ അത്ഭുതപ്പെടുത്തി. ആർഷഭാരതത്തിൻ്റെ സന്നദ്ധാനമായ ദൈവീകമായ സംസ്കാരത്തെ, അതിനെ പ്രചാരമാക്കിയത് ഇവിടെയുള്ള ഹിന്ദുക്കളായ സന്യാസിമാർ മാത്രമല്ല. ഈ രാജ്യത്ത് പല സഭകളിലും വന്നിരിക്കുന്ന ആളുകൾ, ഏറ്റവും ബഹുമാന്യനായ നമ്മുടെ ചാണ്ടി ഉമ്മൻ അവറുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. നമ്മുടെ ഭാരതത്തിൻ്റെ പ്രതീകമായ സന്യാസത്തെ, ഭാരതീയമായ സംസ്കാരത്തെ, ആത്മീയ പാരമ്പര്യത്തെ, ഇതിനെയൊക്കെ പ്രചാരമാക്കിയത് ഹിന്ദുമതത്തിൽപ്പെട്ട സന്യാസിമാർ മാത്രമല്ല. ഓരോ കാലങ്ങളായി ഇവിടെ എത്തിച്ചേർന്ന താപസ ശ്രേഷ്ഠന്മാരായ ആളുകൾ, അത് പൗരസ്ത്യ സഭകളിലുള്ള ആളുകൾ, അവരിലെ ഏറ്റവും പ്രധാനി ആധുനിക കേരളം കണ്ട വ്യക്തിയെന്നുള്ള നിലയിൽ അസാധാരണമായ, അനിതരസാധാരണമായ ആത്മീയ കഴിവുകളുള്ള പ്രകാശ സ്രോതസ്സായിരുന്നു യഥാർത്ഥത്തിൽ തിരുമേനി. ഉന്നതമായ പദവികൾ ഭാരമേറ്റു നിൽക്കുന്ന സമയത്തും തിരുമേനിയുടെ ജീവിതം അത്യന്തം ലാളിത്യത്തിൻ്റെ സാക്ഷ്യമായിരുന്നു. അത് നേരിട്ട് 14 ദിവസം കാണുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. സാധാരണയായി നമ്മളങ്ങനെ വലിയ മനുഷ്യരെക്കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും പറഞ്ഞു കേട്ടതോ ബുക്കിൽ നിന്ന് വായിച്ചതോ ഒക്കെയായിട്ടായിരിക്കും നമ്മളതിനെ കണക്കാക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിജീവിതത്തെ വളരെ അടുത്ത് നിന്ന് ആ കൈകളിൽ സ്പർശിച്ചുകൊണ്ട്, മനസ്സുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് പറയുവാൻ എനിക്ക് സാധിക്കുന്നു എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ആഡംബരങ്ങളോട് വളരെ സാവധാനമായ അകലം അദ്ദേഹം പാലിച്ചു. അത് എന്നോട് പറഞ്ഞു, ഞാൻ ഈ ബെൻസ് കാറിൽ പോകുന്നത് ആളുകൾ വിചാരിക്കും ഞാൻ വലിയ ആഡംബരം ഇഷ്ടപ്പെടുന്നവനാണ് എന്ന്. പക്ഷെ ഞാനത് പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്, ഞാൻ ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ, ഒരു വലിയ സഭയുടെ ഏറ്റവും പരമാധ്യക്ഷനായി ഇരിക്കുന്ന സമയത്ത് ആ ഭാരത്തിൻ്റെ കാര്യം കൊണ്ട് മാത്രമാണ്. അല്ലാതെ എനിക്ക് ഈ വാഹനത്തിൽ സഞ്ചരിക്കണമെന്ന് ആഗ്രഹം കൊണ്ടല്ല. ദിനചര്യയെ ഒരു നിശബ്ദ പ്രാർത്ഥനയാക്കി മാറ്റിയ, രൂപാന്തരപ്പെടുത്തിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. ദൈവം തന്നത് ദൈവത്തിൻ്റെ ജനത്തിന് എന്ന വാക്യം അദ്ദേഹത്തിൻ്റെ ആത്മീയ ദർശനത്തിൻ്റെ ഹൃദയമിടിപ്പായിരുന്നു. സഭയുടെ ഭരണചക്രത്തിൻ്റെ കടുത്ത ഉത്തരവാദിത്തങ്ങൾക്കിടയിലും പ്രാർത്ഥനകൾ, യാമപ്രാർത്ഥനകൾ, ധ്യാനം ഒന്നും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങുക ഉണ്ടായില്ല. സമയം എത്ര തിരക്കായിരുന്നെങ്കിൽ പോലും ആത്മാവിനോട് അദ്ദേഹം ഒരിക്കലും അനീതി കാണിച്ചില്ല. ഈ ശാസ്താംകോട്ടയിലെ കായലോരത്തെ മൗണ്ട് ഹൊറേബ് ആശ്രമം അദ്ദേഹത്തിന് വെറുമൊരു
താമസ സ്ഥലമായിരുന്നില്ല. അത് ആത്മീയ ശാന്തി ഒഴുകിയെത്തുന്ന മഹാതീർത്ഥമായിരുന്നു. ഇവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം കൂടുതൽ നിശബ്ദമാകുന്നതും പ്രാർത്ഥന കൂടുതൽ ആഴമേറുന്നതും. സന്യാസത്തിൻ്റെ അതീവ ഗഹനമായ ചൈതന്യം ആരാധനാ രീതികളിലൂടെ വാക്കുകളില്ലാതെ അദ്ദേഹം എല്ലാവരെയും പഠിപ്പിച്ചു. ആ ആരാധനകൾ ഒരിക്കലും പ്രസംഗങ്ങൾ ആയിരുന്നില്ല, അവ അനുഭവങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും വിശ്വാസികളായ ആളുകൾക്ക് വലിയ ആത്മീയ ഉണർവായി മാറി. മൗനത്തിലൂടെ സംസാരിക്കുന്ന ദീപ്തമായ സാക്ഷ്യമായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ മലങ്കരയുടെ സൂര്യ തേജസ് എന്ന് വിശേഷിപ്പിക്കുന്ന തിരുമേനി. ആത്മീയത എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അത് സഹജീവികളുടെ വേദനയുടെ ആഴമറിയുന്ന ഹൃദയവ്യാപ്തിയാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. പ്രാർത്ഥന എന്ന് പറയുന്നത് കൈകൂപ്പിയുള്ള ഒരു നിമിഷം മാത്രമല്ല, അത് കൈപിടിച്ചുയർത്തുന്ന ഒരു പ്രവർത്തനമാണെന്നുള്ള ബോധ്യമാണ് അദ്ദേഹം ജനങ്ങളെ പഠിപ്പിച്ചത്. അതിലൂടെയാണ് അദ്ദേഹം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഈ ദർശനത്തിൻ്റെ ഫലമായിട്ടാണ് കരുണയെ പ്രവൃത്തിയാക്കി മാറ്റുന്ന അനവധി ജീവകാരുണ്യ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിക്കുകയും അത് സ്വാർത്ഥകമാക്കുകയും ചെയ്തു. അതിൻ്റെ വിവരങ്ങൾ ഏറ്റവും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു ഉമ്മനും നമ്മുടെ അധ്യക്ഷനായ തിരുമേനിയും ഇവിടെ പറയുകയുണ്ടായി. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു സെൻറ് മേരീസ് സ്ത്രീധന സഹായ പദ്ധതി. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹം ഒരു കുടുംബത്തിൻ്റെ അസാധ്യമായ സ്വപ്നമാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, ജീവിതത്തിൽ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ അദ്ദേഹം അതിയായി പരിശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ആ പദ്ധതി ഒരു സഹായമല്ലാതെ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കൈത്താങ്ങായി മാറിയത്. വീടില്ലായ്മ എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മാന്യതയെ തകർക്കുന്ന വേദനയാണെന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് സ്വന്തമായി കൂരയെന്ന സ്വപ്നം സഫലമാക്കുവാൻ ഭവന നിർമ്മാണ പദ്ധതിക്ക് നേതൃത്വം നൽകി. ചുവരുകളും മേൽക്കൂരയും മാത്രമല്ല, സുരക്ഷയും അഭിമാനവും നിറഞ്ഞ ജീവിതമാണ് അദ്ദേഹം എല്ലാവർക്കുമായി സമ്മാനിച്ചത്. സ്വന്തം ആവശ്യങ്ങളെക്കാൾ മറ്റുള്ളവരുടെ കണ്ണീരിന് വിലമതിച്ച അദ്ദേഹം തൻ്റെ വരുമാനം മുഴുവനും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ചു. സ്വയം സംരക്ഷിക്കാനല്ല, മറ്റുള്ളവരെ സംരക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യം. സ്നേഹമില്ലാത്ത ഭക്തി വ്യർത്ഥമാണ് എന്ന് അദ്ദേഹം നമ്മളോട് പ്രഖ്യാപിച്ചു. ഈ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ജീവിതമായിരുന്നു. മറ്റുള്ളവരുടെയൊക്കെ കണ്ണുനീർ തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ ആരാധനയെന്ന് തിരുമേനി വിശ്വസിച്ചു. വാക്കുകൾക്കതീതമായി സ്വന്തം ജീവിതം കൊണ്ട് അദ്ദേഹം അതിനെക്കുറിച്ച് ലോകത്തോട് സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയത ആകാശത്തേക്കുയർന്ന ഒരു പ്രാർത്ഥനയല്ലായിരുന്നു, ഭൂമിയിലേക്കിറങ്ങിയ കരുണയായിരുന്നു. ബാബയുടെ ജീവിതത്തെ ആകെ നയിച്ച മഹാദർശനം ഒറ്റ വാക്കിൽ അടിഞ്ഞു കൂടിയിരുന്നു: സേവനമാണ് ഏറ്റവും വലിയ ആരാധന. ദൈവാരാധന പള്ളിക്കുള്ളിലെ കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല എന്ന് അദ്ദേഹം ദൃഢമായി വിശ്വസിച്ചു. ധൂപവാസന നിറഞ്ഞ അകത്തളങ്ങളിലല്ല, മറിച്ച് സമൂഹത്തിൻ്റെ പുറംപോക്കുകളിൽ പാവപ്പെട്ടവൻ്റെ
കണ്ണീരിലൂടെയാണ് ആരാധന പൂർണ്ണമാകുന്നത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു. വിശപ്പുള്ളവൻ്റെ കൈപിടിച്ചുയർത്തുന്നതും വഴിയറ്റവൻ്റെ നെഞ്ചിൽ ആശ്വാസം പകരുന്നതും തളർന്നവൻ്റെ കണ്ണീർ തുടയ്ക്കുന്നതും ദൈവത്തെ അടുത്ത് സ്പർശിക്കുന്ന നിമിഷങ്ങളാണ് എന്ന് തിരുമേനി തൻ്റെ ജീവിതത്തിലൂടെ നമുക്കെല്ലാവർക്കും കാണിച്ചു തന്നു. ദരിദ്രരെ അദ്ദേഹം സഹായത്തിന് അർഹരായവരായിട്ടല്ല കണ്ടത്, അവരെ ദൈവത്തിൻ്റെ ജീവിക്കുന്ന പ്രതിനിധികളായിട്ടാണ് അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ എടുത്തു വെച്ചത്. ദരിദ്രൻ ദൈവത്തിൻ്റെ ഭണ്ഡാരമാണ്. അവനിൽ നിക്ഷേപിക്കുന്നവൻ ദൈവത്തിൽ എത്തിച്ചേരുമെന്ന സിദ്ധാന്തം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു ചിന്തയായിരുന്നില്ല. അത് ഓരോ ദിവസവും അദ്ദേഹം അനുഷ്ഠിച്ച ആത്മീയ ശീലമായിരുന്നു. ഉയർന്ന പദവിയുടെ മഹത്വം വഹിച്ചിരുന്നിട്ടും സന്യാസതുല്യമായ ലാളിത്യവും ജീവിത അവസാനം വരെ അദ്ദേഹം കാത്തുസൂക്ഷിച്ചു. അധികാരമെന്ന് പറയുന്നത് ആജ്ഞാപിക്കുവാനുള്ള ഒരു കസേരയല്ലെന്നും മറിച്ച് ശുശ്രൂഷയ്ക്കുള്ള ഒരവസരമാണ് എന്നും അദ്ദേഹം വിശ്വസിച്ചു. സംസാരത്തിലും നിശബ്ദതയിലും വസ്ത്രധാരണത്തിലും ഭക്ഷണത്തിലും തൻ്റെ ഓരോ ചലനങ്ങളിലും ആ വിനയം തെളിഞ്ഞു നിന്നു. ആഡംബരങ്ങൾ അദ്ദേഹത്തിന് അകലെ നിൽക്കുമായിരുന്നു എന്നും, കാരണം ഒരാളുടെ സമൃദ്ധി എന്ന് പറയുന്നത് മറ്റൊരാളുടെ കണ്ണീർ കണ്ടില്ലെന്ന് നടിക്കുന്നതിലൂടെ അർത്ഥമാക്കുന്നില്ല എന്ന് അദ്ദേഹം അറിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരിക്കലും ഒരു മഹാപ്രസംഗമായിരുന്നില്ല. അത് മൗനത്തിലൂടെ നമ്മളെ പഠിപ്പിച്ച ഒരു വലിയ പാഠമായിരുന്നു. സേവനത്തിലൂടെ ദൈവത്തെ ആരാധിക്കുന്ന തീഷ്ണമായ ലക്ഷ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അഭിവന്ദ്യനായ കാത്തോലിക്ക ബാവ ബെസലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ നമ്മളെ പഠിപ്പിച്ച ഏറ്റവും വലിയ സത്യമിതായിരുന്നു: ദൈവത്തിലേക്കുള്ള വഴി അത് ആകാശത്തേക്കല്ല, അത് മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെയാണ്. അറിവിലൂടെ മാത്രമേ യഥാർത്ഥമായ ജ്ഞാനം, ഉയർച്ച ഒക്കെ ഒരു മനുഷ്യന് കൈവരിക്കുവാൻ സാധിക്കുമെന്നുള്ള ദൃഢമായ നിശ്ചയം അദ്ദേഹം ഹൃദയത്തിൽ സൂക്ഷിച്ചു. വിദ്യാഭ്യാസം മനുഷ്യനെ വെറും ഉപജീവനത്തിനായി ഒരുക്കുന്നതല്ല, അവനെ മനുഷ്യനാക്കി മാറ്റുന്ന ദിവ്യമായ പ്രക്രിയയാണ് എന്ന് അദ്ദേഹം കരുതുകയുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അനേകമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം അടിത്തറയിടുന്നത്. അത് കെട്ടിടങ്ങൾ പണിയുവാനുള്ള ശ്രമമായിരുന്നില്ല, തലമുറകളെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ആത്മീയ ദൗത്യമായിരുന്നു. പ്രകൃതിയെ അദ്ദേഹം ദൈവത്തിൻ്റെ മൗന പ്രസംഗമായി കണ്ടു. മലകളും കായലുകളും മരങ്ങളും ദൈവത്തിൻ്റെ കരസ്പർശനമേൽക്കുന്ന സൃഷ്ടിയാണെന്ന ബോധ്യമാണ് അദ്ദേഹത്തിന് എപ്പോഴും ഉണ്ടായിരുന്നത്. ശാസ്താംകോട്ടയുടെ ഏറ്റവും മനോഹരമായ ഈ തീരത്ത് ശാന്തതയിൽ ഒളിഞ്ഞ മൗണ്ട് ഹൊറേബ് ആശ്രമം അദ്ദേഹത്തിൻ്റെ ആസ്ഥാനമായി തിരഞ്ഞെടുത്തത് ആ ദൈവദത്തമായ പ്രകൃതി സൗന്ദര്യത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആന്തരികമായ ഇണക്കം കൊണ്ടായിരുന്നു. പ്രകൃതിയുമായി ലയിച്ചു നിൽക്കുമ്പോഴാണ് മനുഷ്യൻ്റെ ആത്മാവ് കൂടുതൽ ശുദ്ധമാകുന്നത് എന്ന് ആ മഹാമനുഷ്യൻ വിശ്വസിച്ചു. മരങ്ങളുടെ നിശബ്ദതയും ജലത്തിൻ്റെ സ്ഥിരതയും ആകാശത്തിൻ്റെ വിശാലതയും ആത്മീയതയുടെ പാഠമാണെന്ന് അദ്ദേഹം താൻ സഞ്ചരിച്ച എല്ലാ ഇടവകകളെയും വിശ്വാസികളെയും പഠിപ്പിച്ചു. സൃഷ്ടിയെ സംരക്ഷിക്കുന്നതിലൂടെ സ്രഷ്ടാവിനെ ആദരിക്കുകയാണ് എന്ന് അദ്ദേഹം എല്ലാവരെയും എപ്പോഴും ശാന്തമായി ഓർമ്മിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആത്മീയ പുസ്തകങ്ങൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് അത് എഴുതപ്പെട്ടൊരു സിദ്ധാന്തം ആയി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. അത് അറിവായി തെളിഞ്ഞു, പ്രകൃതിയായി ശ്വസിച്ചു, ജീവിതമായി പവിത്രമായി വിരിഞ്ഞ ഒരു ദൈവ അനുഭവമായി മാറി. ബാബയുടെ പ്രാർത്ഥനകൾ ഒരിക്കലും യാന്ത്രികമായിരുന്നില്ല. അവ വാക്കുകളുടെ ആവർത്തനമായിരുന്നില്ല. ഹൃദയത്തിൻ്റെ അഗാധതകളിൽ നിന്നും ഉയർന്ന
ഒരു ജീവിക്കുന്ന സംഭാഷണമായിരുന്നു. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന പൗലോസ്ലീഹയുടെ ദർശനം അദ്ദേഹത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നാഡിയായി മാറിയിരുന്നു. ബാബ ക്രിസ്തുവിനെ ആരാധിച്ചില്ല, അദ്ദേഹം ക്രിസ്തുവിൽ ജീവിച്ചു. ഓരോ തീരുമാനത്തിനു മുമ്പും ഓരോ ചുവടുവെപ്പിനു മുമ്പും അദ്ദേഹം ക്രിസ്തുവുമായി നിശബ്ദമായി ആലോചനകൾ നടത്തി. തൻ്റെ ഇഷ്ടങ്ങളെല്ലാം മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുക്കുന്ന സമർപ്പണം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ശീലങ്ങളിൽ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം മനുഷ്യൻ്റെ യാത്രയല്ലായിരുന്നു, അത് ക്രിസ്തുവിനോടൊപ്പമുള്ള ഒരു ശിഷ്യൻ്റെ സഹയാത്രയായിരുന്നു. യേശുവിൻ്റെ കുരിശുമരണത്തെയും കഷ്ടാനുഭവങ്ങളെയും ധ്യാനിക്കുമ്പോൾ ബാബ ആഴത്തിൽ വികാര അധീനനായിരുന്നു. ധ്യാനം ഒരു ചിന്തയല്ലായിരുന്നു, അത് ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വലിയ ആത്മീയ അനുഭവമായിരുന്നു. യേശു ചൊരിഞ്ഞ ഓരോ തുള്ളി രക്തത്തോടും അനുഭവിച്ച ഓരോ വേദനയോടും അദ്ദേഹം ആത്മാവ് കൊണ്ട് ഐക്യപ്പെട്ടു. ആ വേദനയിൽ പങ്കുചേരുന്നതാണ് തൻ്റെ പാപ പരിഹാരത്തിനുള്ള വഴിയെന്ന് അദ്ദേഹം സ്വയം വിശ്വസിച്ചു. വലിയ നോമ്പ് കാലങ്ങളിലും ബുധൻ വെള്ളി ദിവസങ്ങളിലുമൊക്കെ അദ്ദേഹം പാലിച്ചിരുന്ന കർക്കശമായ നോമ്പ് ശരീരശ്രമത്തിൻ്റെ പ്രകടനമല്ലായിരുന്നു, അത് യേശുവുമായുള്ള ആഴമേറിയ ആത്മബന്ധത്തിൻ്റെ നിശബ്ദമായ കാരുണ്യമായിരുന്നു. ബാബയുടെ പ്രാർത്ഥനകൾ അതിന് ശബ്ദമുണ്ടായിരുന്നില്ല, എന്നാൽ അവയിൽ കണ്ണീരുണ്ടായിരുന്നു, അവയിൽ കുരിശുണ്ടായിരുന്നു, അവയിൽ പൂർണ്ണമായ സമർപ്പണമുണ്ടായിരുന്നു. അതിനാൽ ബാബ പ്രാർത്ഥിച്ചില്ല, അദ്ദേഹം ക്രിസ്തുവിൻ്റെ മുമ്പിൽ സ്വയം ഉരുകുകയായിരുന്നു. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന സമയത്ത് ബാബ മറ്റൊരു ആത്മീയ തലത്തിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടേയിരുന്നു. മദ്ഗബായിൽ ക്രിസ്തുവിൻ്റെ ബലി പുനരാവിഷ്കരിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ അദ്ദേഹം ബാഹ്യലോകത്തെ മുഴുവനും മറന്ന് ദൈവ സാന്നിധ്യത്തിൽ ലയിച്ച് അങ്ങനെ ഇരുന്നു. അപ്പോൾ ബാബയുടെ കണ്ണുകളിൽ ലോകമുണ്ടായിരുന്നില്ല, അവിടെ യേശു മാത്രമായിരുന്നു. വാക്കുകളില്ലാത്ത ഒരു സംവാദം, ദൈവവുമായുള്ള ഹൃദയ സംഭാഷണം അവിടെ നടന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരാധനയിലും ഭക്തിയിലും ഏകാഗ്രതയിലും വിശ്വാസികൾ യേശുവിനെ കണ്ടു, അവരെ ദൈവത്തെ ഉൾക്കൊണ്ടു. ബാബയോടൊപ്പം പ്രാർത്ഥിച്ച ആളുകൾക്ക് കുർബാന എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചടങ്ങായിരുന്നില്ല, അത് യേശുവിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കാവുന്ന ഒരു ദിവ്യ നിമിഷമായി മാറിവരും. ഏറ്റവും ചെറിയവനായ എൻ്റെ ഈ സഹോദരങ്ങൾ ഒരുവന് നിങ്ങളിത് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ഇത് ചെയ്തത് എന്നുള്ള യേശുവിൻ്റെ വചനം ബാബയുടെ ജീവിതമന്ത്രമായിരുന്നു. അത് അദ്ദേഹം ഉദ്ധരിച്ച വാക്കുകളല്ല, അനുഷ്ഠിച്ച സത്യമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, വേദിയിൽ ഒട്ടനവധി വിശിഷ്ടരായ വ്യക്തിത്വങ്ങൾ ഇനിയും സംസാരിക്കാനായി ഇരിക്കുന്നതുകൊണ്ട് സുദീർഘമായ ഒരു സംഭാഷണത്തിന് വീണ്ടും ഞാൻ മുതിരുന്നില്ല. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ കണ്ട, അനുഭവിച്ച ഏറ്റവും വലിയ മഹാത്മാക്കളിൽ ഒരാളായ ഏറ്റവും ബഹുമാന്യനായ പരിശുദ്ധനായ ബസലിയോസ് മാർത്തോമാ മാത്യൂസ് ദ്വിതീയൻ, അദ്ദേഹത്തിൻ്റെ കർമ്മഭൂമിയായ ഈ പുണ്യത്താഴ്വരയിൽ നിൽക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഏറ്റവും വലിയ ധന്യരാണ്. ഈ സഭയെ മാത്രമല്ല, മലയാളത്തിൻ്റെ ആത്മീയ സമൂഹത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര ബോധത്തെ, സമൂഹത്തെ, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ സ്വന്തം പുണ്യം കൊണ്ട് സ്നേഹം ചാലിച്ച് മറ്റുള്ളവർക്കായി അത് കാരുണ്യമായി തന്ന ഒരു മഹാമനുഷ്യൻ്റെ ഓർമ്മകൾ ഇവിടെ പങ്കുവെക്കുന്ന ഈ സമയത്ത് അത് പറയുവാനും അത് കേൾക്കുവാനും അതിലൂടെ കടന്നു പോകുവാനും കഴിയുന്ന നമ്മളെല്ലാവരും ഭാഗ്യവാന്മാരാണ്. ഇന്നത്തെ ഈ ദിവസമെന്ന് പറയുന്നത് അത് ആരാധനയുടെ ദിവസം മാത്രമല്ല, അത് തികഞ്ഞ ദൈവകാരുണ്യം നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായ ആളുകളിലേക്ക് കടന്നു വരുന്ന ഏറ്റവും മഹനീയമായ സമയമാണ്. ഒരു കാര്യം കൂടി പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. നമുക്കറിയാം, സഭയിലെ തർക്കങ്ങൾ എക്കാലത്തും
അതിനെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് കേരള സമൂഹം പലപ്പോഴും കാതോർത്തിരുന്നു. സഭയിലെ തർക്കങ്ങളോ വിശ്വാസികളുടെ ഹൃദയം തകർക്കുന്ന കഷ്ടപ്പാടുകളെയോ കുറിച്ച് കേൾക്കുന്ന സമയത്ത് ബാവ ആദ്യം തേടിയെത്തുന്നത് തൻ്റെ മുമ്പിലിരിക്കുന്ന ആളുകളുടെ ഇടയിലേക്കാണ്. അദ്ദേഹം അതിനുശേഷം നേരെ ഓടിപ്പോകുന്നത് പ്രാർത്ഥന മുറിയിലേക്കാണ്. പ്രശ്നങ്ങൾക്ക് മറുപടി കണ്ടെത്തുവാൻ മാത്രമല്ല, മറിച്ച് അവയെ മുഴുവനായി ദൈവത്തിൻ്റെ യേശുവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുവാനായിരുന്നു. അതിനാണ് അദ്ദേഹം പ്രാർത്ഥനാ മുറിയിലേക്ക് കടന്നു ചെന്നത്. കണ്ണീരോടെ, വാക്കുകളില്ലാതെ ആ വേദനകൾ കുരിശിൻ്റെ ചുവട്ടിൽ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് അദ്ദേഹം കടന്നു വരും. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ ഞാൻ വെറുമൊരു മൺപാത്രമാണ്. ആഴമേറിയ വിനയം ആ മുറിയുടെ ശ്വാസമായി അദ്ദേഹത്തിൽ അലയടിച്ചിരുന്നു. സ്വാമി വിവേകാനന്ദനൊരു വാക്ക് പറഞ്ഞത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വാക്ക് എൻ്റെ ഈ ചെറിയ പ്രസംഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരാളൊരു ചക്രവർത്തിയെപ്പോലെ അന്തസ്സുള്ളവനും ഒരു ദാസനെപ്പോലെ വിനയമുള്ളവനുമായിരിക്കണം. ഒരാളൊരു ചക്രവർത്തിയെപ്പോലെ അന്തസ്സുള്ളവനും ഒരു ദാസനെപ്പോലെ വിനയമുള്ളവനുമായിരിക്കണം. ആ വാക്കുകൾ ഒറ്റനോട്ടത്തിൽ നമുക്കെടുത്ത് പറയുവാൻ സാധിക്കുന്ന ഈ മലയാളമല്ല, ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ആത്മീയ കുതികികളിൽ ഒരാളായ ഒരു താപസി തൻ്റെ മൗനത്തിൻ്റെ വാത്മീകം കൊണ്ട് നമ്മളെ എല്ലാവരെയും പ്രചോദിപ്പിച്ച് ഇന്നും നമ്മുടെ ദൈനംദിനങ്ങൾക്ക് ഭംഗിയും ചാരുതയും പകരുന്ന ഒരു ഋഷി വര്യൻ, ആ മഹാത്മാവിന് മുമ്പിൽ എൻ്റെ ആദരവുകളും പ്രണാമങ്ങളുമൊക്കെ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ഇന്നത്തെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ അർഹനാണോ എന്ന് ചോദിച്ചാൽ യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതം കൊണ്ട് ചിലപ്പോൾ ഞാൻ അർഹനല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ അത്ര ദുർബലനായ ഒരു മനുഷ്യനാണ്. പക്ഷേ ആ മഹാത്മാവിൻ്റെ കൈകളിൽ ഒരു മുത്തം കൊടുക്കുവാൻ സാധിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ ഇതിനെന്തുകൊണ്ടും യോഗ്യനാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ ആദരവുകളും അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.